അബീ ജുഹൈഫത്ത് ബിൻ വഹബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന സൽമാൻ വ അബീ ദർദാ. അബീ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെയും സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരി ബന്ധമുണ്ടാക്കി, സാവർത്തിത്വമുണ്ടാക്കി, പരസ്പരം സ്നേഹിതന്മാരാക്കി. ഫസാറ സൽമാനു അബൂ ദർദാ. ഒരു ദിവസം സൽമാൻ റളിയല്ലാഹു തആല അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ പോവുകയാണ്. ഫറഅ ഉമ്മ ദർദാ മുതബദ്ദില. ഫറഅ ഉമ്മ ദർദാ മുതബദ്ദില. അന്നേരത്ത് കാണുന്ന രംഗം അബൂ ദർദാഇന്റെ ഭാര്യ ഉമ്മു ദർദാ വാടിയവളായ നിലയിലാണ് കാണുന്നത്. ഒരു ഉന്മേഷമില്ലാതെ എന്തോ ഒരു വിഷമത്തിൽ നിൽക്കുന്നത് പോലെ. മഹാനായ സൽമാൻ റളിയല്ലാഹു തആല ചോദിച്ചു, മാ ശഅനുകി, സഹോദരി എന്താ പ്രശ്നം, എന്താ വിഷയം, എന്താ പ്രശ്നം? അന്നേരത്തെ കാലത്ത് മഹദി പറയുകയാണ്, അഖൂക അബൂ ദർദാ, നിന്റെ സഹോദരൻ അബൂ ദർദാ ഉണ്ടല്ലോ, ലൈസ ലഹു ഹാജത്തുൻ ഫിദ് ദുനിയാ, ദുനിയാവിൽ അബൂ ദർദായിന് ഒരു ആവശ്യമില്ല, ഒരു ആഗ്രഹമില്ല. ഫജാ അബൂ ദർദാ ഫസനഅ ലഹു തുആമ. അപ്പോഴാണ് അബൂ ദർദാ കടന്നു വരുന്നു. ആ സന്ദർഭത്തിലേക്ക് അബൂ ദർദാ റളിയല്ലാഹു കടന്നു വരുന്നു. അതിഥിയെ കാണുന്നു, സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. സൽമാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു, തയ്യാർ ചെയ്യുന്നു. തയ്യാർ ചെയ്തിട്ട് പറഞ്ഞു, ഫഖാല ലഹു കുൽ ഫഇന്നി സ്വൈമുൻ. സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂ ദർദാ എന്ന് പറയുന്ന കൂട്ടുകാരൻ പറയുകയാണ്, സൽമാൻ നീ കഴിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ. ഫഇന്നി സ്വൈമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പനുഷ്ഠിച്ചവനാണ്. അന്നേരത്ത് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് സൽമാൻ റളിയല്ലാഹു പറയുകയാണ്, മാ അന ബിആകിലിൻ, സഹോദരാ സ്നേഹിതാ ഞാൻ തിന്നില്ല, കൂട്ടുകാരാ ഞാൻ തിന്നില്ല. അത്താ തഅകുലാ, നീ തിന്നുന്നത് വരെ. നിനക്ക് നോമ്പായിരിക്കാം, നിനക്ക് സുന്നത്ത് നോമ്പുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരെ ഞാൻ തിന്നുകയില്ലെന്ന് സൽമാൻ റളിയല്ലാഹു തആല ഫഅകല. അപ്പൊ ആതിഥേയനും തിന്നു. ആര്? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഭക്ഷിച്ചു. അങ്ങനെ ഫലമ്മാ കാന ലൈലു, രാത്രിയായപ്പോ ദഹബ അബൂ ദർദാ യഖൂം, രാത്രിയായപ്പോ അബൂ ദർദാ റളിയല്ലാഹു തആല നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഫഖാല ലഹു, അന്നേരത്ത് കൂട്ടുകാരായ സൽമാൻ റളിയല്ലാഹു തആല പറയുകയാണ്, സഹോദരാ നം, ഉറങ്ങ്. ഫനാമ, അപ്പൊ ഉറങ്ങി. വീണ്ടും സുമ്മ ദഹബ യഖൂമു, വീണ്ടും എണീറ്റ് പോവുകയാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല വീണ്ടും എണീറ്റ് പോവുകയാണ്. അപ്പോഴും സൽമാൻ റളിയല്ലാഹു തആല പറയുകയാണ്, നം, ഉറങ്ങൂ സഹോദരാ. ഫലമ്മാ കാന മിൻ ആഖിറിൽ ലൈലി, അന്ത്യയാമത്തോടടുത്തപ്പോ, രാത്രിയുടെ പാതിരാ സമയത്ത്, അവസാന സമയത്തോടടുത്ത സമയത്ത് സൽമാൻ റളിയല്ലാഹു കൂട്ടുകാരനായ അബൂ ദർദാനെ വിളിച്ചു, ഇനി നിസ്കരിച്ചോ, കും, നീ കും, എണീറ്റോ, കുമിൽ ആൻ ഫസല്ലയാ ജമിഅ, രണ്ടുപേരും നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്. ഫഖാല ലഹു സൽമാൻ, അപ്പോൾ സൽമാൻ റളിയല്ലാഹു തആല കൊടുത്ത ഉപദേശമാ, കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, കുടുംബത്തെ വേണ്ട രൂപത്തിൽ പരിചരിക്കാത്തവരുണ്ടെങ്കിൽ, അല്ലെ ആത്മീയതയുടെ പേര് പറഞ്ഞ് കുടുംബത്തെ മാറ്റി നിർത്തുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ സഹോദരിമാരാണെങ്കിലും കുടുംബത്തെ മാറ്റി നിർത്തുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, അല്ലെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ എപ്പോഴും ദിക്റിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ദിക്റൊക്കെ വേണ്ട തന്നെയാണ്, മുഅ്മിനിന് വേണ്ട തന്നെയാണ്. പക്ഷേ അതിൻ്റെ പിറകിൽ മാത്രം കൂടി ഫുൾ ഓൺലൈൻ മജ്ലിസുകളിൽ മാത്രമായി കുടുംബക്കാരും പോലും ശ്രദ്ധിക്കാതെ നടക്കുന്നവരുണ്ടെങ്കിൽ, അത് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാകട്ടെ, മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അബൂ ദർദാ റളിയല്ലാഹു അൻഹു കൊടുത്ത ഉപദേശമാണ്, ഇന്ന ലി റബ്ബിക അലൈക ഹഖ, നിന്റെ മേൽ നിന്റെ രക്ഷിതാവിനും ബാധ്യതയുണ്ട്. നീ അല്ലാഹ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട്. അതുപോലെ അതുപോലെ നിന്റെ ശരീഅത്തിനും നീ ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട്. നിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ ശരീഅത്തിന് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്.
നിന്റെ നിന്റെ ഭാര്യക്ക് നിന്റെ കുടുംബത്തിന് കിട്ടേണ്ട ഹക്കുകളുണ്ട്, കടമകളുണ്ട്. അവകാശമുടയ ഓരോരുത്തർക്കും അവകാശങ്ങൾ കൊടുത്തു വിട്ടണേ എന്ന് സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു തആല അബൂദർദാ റളിയല്ലാഹു ഉപദേശിക്കുകയാണ്. പിന്നീട് ഫഅത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. ഈ സംഭവമൊക്കെ പറഞ്ഞു റസൂലുള്ളാഹിനോട് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി സദഖ സൽമാൻ, സൽമാൻ സത്യം പറഞ്ഞിരിക്കുന്നു റളിയല്ലാഹു അൻഹു. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഏറ്റവും നല്ലൊരു സന്ദേശമാണ്. ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വമിൻ ഉമ്മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമിൻ ഉമ്മൻ യഖൂൽ, അവരോട് കൂട്ടത്തിൽ പറയുന്നവരുണ്ട്, റബ്ബനാ ആതിനാ, അങ്ങനെയാണ് വേണ്ടത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിലും നന്മ നൽകണേ അല്ലാ. വഫിൽ ആഖിറതി ഹസന, നാളെ പാരത്രിക ലോകത്തും നന്മ നൽകണേ അല്ലാ. വഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഇതായിരിക്കണം ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥന. ഇരുലോകത്തും വിജയം വേണം. ഇരുലോകത്തും അല്ലാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.